നമസ്തേ. ജെയ് മെയിൻ 2025 അടുത്ത അധ്യയന വർഷത്തിലെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ മേഖലയിലെ ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള പ്രവേശന പരീക്ഷയ്ക്ക് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു. നാളെ ജനുവരി 22 മുതൽ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ കഠിന പ്രയത്നവും പ്രാർത്ഥനകളുമൊക്കെ നാളെ നമുക്ക് എക്സാം ഹാളിൽ തുണയാകുന്നു. ഏറ്റവും അവസാന വട്ടത്തെ ഒരുക്കങ്ങൾ എന്താണ്, എക്സാം ഹാളിൽ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ജെയ് മെയിൻ 2025 ആദ്യ സെക്ഷൻ്റെ എക്സാം ഡേറ്റും ഷിഫ്റ്റും കൃത്യമായി നോക്കി മനസ്സിലാക്കുക. എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സിനെ കുറിച്ചും അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചും കൃത്യമായൊരു അവബോധമുണ്ടായിരിക്കുക. കാരണം ഷിഫ്റ്റിൽ നമുക്ക് രണ്ട് ഷിഫ്റ്റാണുള്ളത്. രാവിലെ 9 മണിക്കും ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കും. കൃത്യം 1 മണിക്കൂർ മുമ്പെങ്കിലും നാം എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. 2025 സെൽഫ് ഡിക്ലറേഷൻ നമുക്കറിയാം, ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്നും എഴുതേണ്ടതായിട്ടില്ല. നമ്മൾ ഏത് ID പ്രൂഫാണോ ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ ഉപയോഗിച്ചത്, ആ ID ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്ത് ID ഉപയോഗിച്ചാണ് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതെന്നുള്ളത്. ആ ഒറിജിനൽ ID തന്നെ കഴിവതും എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിൽ നാം കരുതിയിരിക്കണം. ഒരു ഡ്യൂലി ഫിൽഡ് അഡ്മിറ്റ് കാർഡ്, അത് കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ എന്ത് വേണമെങ്കിലും ആകാം. അഡ്മിറ്റ് കാർഡ് ഒരു A4 സൈസ് പേപ്പറിൽ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ ഒട്ടിച്ച് തമ്പ് ഇംപ്രഷൻ ഉള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബോൾ പോയിൻറ്റ് പെന്ന്, നമ്മുടെ റഫ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ടും നമ്മുടെ റോൾ നമ്പർ സൈനൊക്കെ ചെയ്യാനായിട്ടുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ വാലിഡ് ID പ്രൂഫ്, അതുപോലെ ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ്. ഇത്രയുമായാൽ നാം എക്സാം ഹാളിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അധികമായിട്ടുള്ള ഓർണമെൻറ്റ്സോ എക്സ്ട്രാ മെറ്റലായിട്ടുള്ള വാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാഗത്തു നിന്നും വസ്ത്രത്തിൽ നിന്നും അത് ഒഴിവാക്കി ഏറ്റവും നല്ല ഡ്രസ്സുമായിട്ട്, നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് നമുക്ക് എക്സാം ഹാളിൽ പ്രവേശിക്കാം. കൃത്യം 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ എക്സാം ഹാളിൽ എത്തിയെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം നമ്മളുടെ അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID പ്രൂഫ് ചെക്ക് ചെയ്യുന്നു, ബയോമെട്രിക് എടുക്കുന്നു, അതിനുശേഷം നമ്മളുടെ ഫോട്ടോ എടുക്കുന്നു. അതായത് ഐറിസിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നു. ഫ്രിസ്കിങ്, നമ്മളുടെ മെറ്റൽ ഡിറ്റക്ടറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഫ്രിസ്കിങ്, അങ്ങനെയുള്ള കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒന്ന് മനസ്സിലാക്കുക, എക്സാം ഹാളിൽ നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന പ്രൂഫുകളെക്കുറിച്ച്, ഫോട്ടോയെക്കുറിച്ച്, അങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടിനെ കുറിച്ചൊക്കെ മിഥ്യാധാരണകൾ നിങ്ങൾക്കൊന്നും വേണ്ട. ഏതൊരു വിദ്യാർത്ഥിയെയും ഏറ്റവും കംഫർട്ടായിട്ട്, ഏറ്റവും ഈസി ആയിട്ട് എക്സാം എഴുതിക്കുക എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ചുമതല. അതാണ് NTA അവരോട് പറഞ്ഞിരിക്കുന്നതും. നിങ്ങളെ പാനിക് ആക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ ഉള്ളവരല്ല അവിടെ നിൽക്കുന്നത്. ഏറ്റവും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഏത് സംശയങ്ങളുണ്ടെങ്കിലും അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റവും സന്തോഷത്തോടെ വേണം എക്സാം ഹാളിൽ ബിഹേവ് ചെയ്യുവാനായിട്ട്. ഏറ്റവും പൊളൈറ്റായിട്ട് തന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കംഫർട്ടായിട്ട് തന്നെ എക്സാം ഹാളിൽ പ്രവേശിക്കാം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് എക്സാം ഹാളിൻ്റെ ആദ്യത്തെ ഫ്രിസ്കിംഗ് ടൈമിൽ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ID പ്രൂഫ് ഏതെങ്കിലും ID പ്രൂഫ് ചെക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ബയോമെട്രിക് എടുക്കുന്നു, നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു, നിങ്ങൾ സൈൻ ചെയ്യുന്നു, നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിക്കുന്നു. ബാക്കി നമുക്കറിയാം, നമ്മൾ ഏറ്റവും തികഞ്ഞ അവസാന വട്ട പ്രിപ്പറേഷനുള്ള സമയമാണത്. അതിൽ നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് വൈസ് അല്ല, നാം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഏറ്റവും നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കേണ്ട സമയമാണ് ആ അവസാന വട്ട ഒരു ഹാഫ് അവർ എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ഡിസ്പ്ലേ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് ചിരപരിചിതമാണ് നമ്മളെ സംബന്ധിച്ചോളം. എങ്കിൽ പോലും വളരെ സാവധാനത്തോടു കൂടി, ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി, ഏറ്റവും സന്തോഷത്തോടു കൂടി ഓരോന്നും വായിച്ചു നോക്കുക. കളർ കോഡുകളെക്കുറിച്ച് നോക്കി മനസ്സിലാക്കുക. ആൻസർ ചെയ്യാത്തതിൻ്റെ കളർ എന്തായിരിക്കും, ആൻസർ മാർക്ക് ചെയ്തതിന് ശേഷമുള്ള കളർ എന്തായിരിക്കും, അതുപോലെ തന്നെ മാർക്ക് ഫോർ റീഡ്, ആൻസർ മാർക്ക് ചെയ്യാതെ മാർക്ക് ഫോർ റീഡിൽ വെച്ചാൽ എന്തായിരിക്കും കളറ്, ആൻസർ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ഫോർ റീഡിൽ വെച്ചാൽ എന്തായിരിക്കും കളറ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം എക്സാം ടൈം തന്നെ നിങ്ങൾ ആരംഭിക്കുന്നു. എക്സാം റിമൈനിങ് ടൈം നിങ്ങളുടെ മോണിറ്ററിൽ തന്നെ ഉണ്ട്. ഏത് സബ്ജക്റ്റിലെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കൃത്യമായിട്ടും നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലൂടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ആ എക്സാമിൻ്റെ ഒരു ഈസിനെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഹാർഡ്നെസ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിങ്ങൾ ടൈം നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യുക.
മുഴുവൻ ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ചിരിക്കും, കണ്ടിരിക്കും. അതിൽ ഞാൻ എൻ്റെ മാക്സിമം കഴിവുകൾ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളുടെയും ഓക്സിജൻ ഉപയോഗിച്ച് മാക്സിമം ഇൻപുട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കും എന്നുള്ളത് മനസ്സിൽ കരുതി വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. അത് ഫിസിക്സിൻ്റെ ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഓരോത്തിലും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. അതിൽ ടൈം കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ടൈം കൂടുതൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നതാണോ, പെട്ടെന്ന് ആൻസർ കിട്ടുമോ ഇല്ലയോ നോക്കുക. ഒരു കാരണവശാലും വളരെ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻസർ കിട്ടാൻ താമസമുള്ളതിൽ നിങ്ങൾ സമയം കളയരുത്. കഴിഞ്ഞ വർഷം വരെ കുട്ടികൾ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ ലെങ്തി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ അവിടെ കൂടുതൽ സമയം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാമായിരുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഇപ്പുറത്തുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ നിൽക്കരുത്. അത് മാർക്ക് ഫോർ റീഡിൽ വെച്ചിട്ട് നിങ്ങൾ അടുത്തതിലോട്ട് പോകാനായിട്ട് നിങ്ങൾ ഒരു ടെൻഡൻസി പെട്ടെന്ന് കാണിക്കണം. മുഴുവൻ ചോദ്യങ്ങളും വായിക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. മാത്തമാറ്റിക്സ് ലെങ്തി ആണെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന 12 മുതൽ 17, 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതെത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഏറ്റവും കംഫർട്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം 2023 100% സ്കോർ നേടിയതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. 2024 ആദ്യ സെഷനിൽ തന്നെ 99% മുകളിൽ 225 വിദ്യാർത്ഥികളായിരുന്നു. 95% മുകളിൽ 2000 വിദ്യാർത്ഥികളായിരുന്നു. അതായത് നമ്മൾ എക്സാം എഴുതുന്നതിൽ ഭൂരിഭാഗം പേരും ആദ്യ സെഷനിൽ തന്നെ അവരുടെ റിസൾട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ഒക്കെ ഉപരി ഈ വർഷം ഏറ്റവും കൃത്യമായ സമയത്തോടുകൂടി, ഏറ്റവും കൃത്യമായ ക്ലാസ്സുകളോടുകൂടി നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ ഏറ്റവും നല്ല കഴിവിലൂടെ ഈ ആദ്യ സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും നല്ല കംഫർട്ടായിട്ട് എഴുതുക. നിങ്ങൾക്ക് റെഫർക്ക് ചെയ്യാനുള്ള പേപ്പറുകൾ ധാരാളം തരും. അതിനകത്ത് നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേരെഴുതുക. നിങ്ങൾ സമയത്തിനെക്കുറിച്ച് എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ബോധമുണ്ടായിരിക്കണം. റിമൈനിങ് ടൈമിനെക്കുറിച്ച് എങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുന്നേറ്റ് എന്ന് ചോദിക്കാം. ഏറ്റവും പൊളൈറ്റായിട്ട്, ഏറ്റവും ഹാപ്പി ആയിട്ട് അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ 5 മിനിറ്റൊക്കെ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്താണ് മാർക്ക് ഫോർ റിവ്യൂ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അത് കൗണ്ട് ചെയ്യും. അത് വേണോ വേണ്ടയോ, ഒരു 30% മുകളിലൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യണം. അല്ല, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു കാരണവശാലും മാർക്ക് ചെയ്യരുത്. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നു. അഡ്മിറ്റ് കാർഡും അതുപോലെ റഫർക്ക് ചെയ്ത പേപ്പറും എക്സാം ഹാളിൽ തന്നെ അതിൻ്റെ നിശ്ചിത ബോക്സുകളിൽ തിരികെ ഇടുന്നു. അത് നമുക്ക് തിരിച്ച് അഡ്മിറ്റ് കാർഡോ റഫർക്ക് ചെയ്ത പേപ്പറോ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് അനുവാദമില്ല. ഏറ്റവും ഹാപ്പി ആയിട്ട് നമ്മൾ നേടിയെടുത്തു എന്നുള്ളതിൽ തന്നെ നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ എക്സാം ഹാളിൽ വെളിയിൽ വരിക. ബാക്കിയുള്ളത് ആൻസർ കീയുമായിട്ടുള്ളതും റിസൾട്ടുമായിട്ടുള്ളതൊക്കെ അത് നമുക്ക് പിന്നീട് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ആരോഗ്യത്തോടു കൂടി ഏറ്റവും കംഫർട്ടബിളായിട്ട് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എക്സാം എഴുതുന്നതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അല്പം ടഫ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ആൻസറിലോട്ട് 2-3 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ആൻസറിലോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് എടുക്കുവാനായിട്ടും ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ഒന്ന് കണ്ണടച്ച് തിരിച്ച് പെട്ടെന്ന് എക്സാമിലോട്ട് വരാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ നിങ്ങൾ മേക്ക് ചെയ്യുക. യെസ്, ഫെബ്രുവരി 12 JEE മെയിൻ 2025 ആദ്യ സെഷൻ പെർസെൻറ്റേജ് സ്കോർ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കും ഏറ്റവും മികച്ച സ്കോർ തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്കുറപ്പുണ്ട്. കാരണം കൃത്യമായിരുന്നു നമ്മളുടെ ഈ പരിശീലനം. അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം. JEE മെയിൻ 2025 എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബ്രില്യൻ ഫാമിലിയുടെ വിജയ ആശംസകൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.